നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഒടുവിൽ റയൽ വിനിയുടെ വഴിക്ക് വന്നു. അതാണ് എല്ലാ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അവസാനം വിനി ജൂനിയറും റയൽ മാഡ്രിഡും 2 വർഷക്കാലം നീണ്ട കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ നെഗോസിയേഷനിൽ സെയിം പേജിലേക്ക്, അതായത് ഒരു ധാരണയിലെത്തിയിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ഫബ്രിസിയോ റൊമാനോ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത കാര്യം, the meeting between Real Madrid and Vini Jr. with his agent today has been described as very positive by all parties involved എന്നാണ്. പിന്നീട് മറ്റു മാധ്യമങ്ങളും ഇക്കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഫബ്രിസിയോ തന്നെ സ്പാനിഷ് മാധ്യമങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടാണ്. ഏതായാലും ആഴ്സണലിൻ്റെ ആ ഒരു ഓഫർ വിനിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഒന്ന് ഡൗൺ ആയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നുണ്ട്. റയൽ മാഡ്രിഡ്സ് ഓഫർ ടു വിനി ജൂനിയർ ഇൻക്ലൂഡ് ബോണസസ് ദാറ്റ് ഹി വാണ്ടഡ്. വിനി ആവശ്യപ്പെട്ട ബോണസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് റയൽ മാഡ്രിഡ് ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. ഇതോടുകൂടി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വിനി ചോദിച്ച ഒരു എമൗണ്ടിന് അടുത്തേക്ക് റയൽ മാഡ്രിഡിൻ്റെ ഓഫർ കൂടി എത്തുന്നു. ദിസ് വിൽ ബി ഡിവൈഡഡ് അക്രോസ് ദി 5-year ഡീൽ. 5 വർഷത്തേക്കുള്ള ഡീലാണ് വിനിക്ക് ഓഫർ ചെയ്ത് ഇരിക്കുന്നത്. അപ്പം ആ വിനി ചോദിച്ചിരിക്കുന്ന ബോണസ് ഇങ്ങനെ 5 വർഷത്തിന് ഇടയിൽ ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് കൊടുക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ പെർഫോമൻസ് ബേസിസും ഒരു ബോണസ് ഉണ്ടെന്ന് മാത്രമല്ല, ലോയൽറ്റി ബോണസും ഉണ്ടാകും. ഓൾറെഡി കഴിഞ്ഞ റിന്യൂവലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ലോയൽറ്റി ബോണസ് കൊടുക്കും റയൽ മാഡ്രിഡ് എന്ന കാര്യം കൂടി ഇപ്പോൾ ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്യുന്നു. ചുരുക്കത്തിൽ വിനി ആവശ്യപ്പെട്ടതെന്തോ അതിനരികിലേക്ക് റയൽ മാഡ്രിഡ് കാര്യങ്ങൾ മാറ്റി. മുമ്പ് ഇങ്ങനെയല്ലല്ലോ, പല വമ്പൻ താരങ്ങളും ചോദിച്ചപ്പോൾ അത് കൂട്ടിക്കൊടുക്കാനൊന്നും റയൽ മാഡ്രിഡ് തയ്യാറാവാതെ പോണെങ്കിൽ പോട്ടെ എന്ന തരത്തിലല്ലേ നിലപാടെടുത്തതെന്ന് ഇപ്പോൾ ആരാധകർ പലരും ചോദിക്കുന്നുണ്ടാവും. പക്ഷേ അതിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ, വിനിയുടെ പ്രായം 26 വയസ്സാണ്. വിനി ജൂനിയർ ഇപ്പോൾ വിട്ടുകഴിഞ്ഞാൽ അതേ കാലിബറുള്ളൊരു പ്ലെയറെ കൊണ്ടുവരിക എന്നുള്ളത് ഇതിനേക്കാൾ വലിയ, അതായത് ഈ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ എന്ത് കൊടുക്കണോ അതിനേക്കാൾ വലിയ ചിലവിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് റയൽ മാഡ്രിഡിന് അറിയാം. റയൽ മാഡ്രിഡ് ബിലീവ് സൈനിങ് എ റീപ്ലേസ്മെന്റ് ഫോർ വിനി ജൂനിയർ വുഡ് കോസ്റ്റ് ഫാർ മോർ ദാൻ ഇൻക്രീസിങ് ദെയർ ഓഫർ. ഇപ്പോൾ വിനിക്ക് ഓഫർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ തുകയാവും മറ്റൊരു പുതിയ താരത്തെ, വിനിയുടെ കാലിബറുള്ള താരത്തെ കൊണ്ടുവരണമെങ്കിൽ എന്ന് നന്നായിട്ട് ബോധ്യമുണ്ട് റയൽ മാഡ്രിഡിന്. നേരത്തെ പോയ അല്ലെങ്കിൽ പണം കൂട്ടി ചോദിച്ചപ്പോൾ പോണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ താരങ്ങളുടെ പ്രായം ഇതുപോലെ 26 പ്രായം കൂടിയ താരങ്ങളായിരുന്നു. അപ്പോൾ അതുപോലെയല്ല വിനിയുടെ കാര്യം. അതുകൊണ്ട് തന്നെ റയൽ വിനിയുടെ വഴിക്ക് വന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇനിയും ഫൈനൽ യെസ് പറയേണ്ടത് വിനിയാണ്. അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇമ്മീഡിയറ്റ്ലി അത് സംഭവിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.